തീച്ചൂളകളിലൂടെ നടക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ എല്ലാം നമ്മുടെ കൈകളിൽ വെച്ച് തരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ മക്കളെ പോലും വളർത്തരുത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പഴയ ബസ് മേടിച്ചതിൻ്റെ പേരിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബഹ്റിനിൽ ഫയർ എസ്കേപ്പ് ആക്ട് കാണിച്ച സമയത്ത് 1 മാസം പുള്ളി ആശുപത്രി കിടന്നു. നമ്മൾ സത്യത്തിൻ്റെ പാതയിലൂടെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഇങ്ങനെ പ്രതികരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അയക്കും, മെസ്സേജ് അയക്കും. എൻ്റെ അടുത്ത വീട്ടിൽ മന്ദബുദ്ധിയുള്ള കുട്ടിയുണ്ട്. മന്ദബുദ്ധി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് റൂമുകൾ ഉണ്ട് അവർക്ക്, ആർട്ടിഫിഷ്യലായിട്ടുള്ള. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതൊക്കെ എന്തോ ഒരു റോങ് സെൻസിൽ എടുക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസമല്ല, നേരെ മറിച്ച് ജീവിതത്തിന്റെ പരിചയമാണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം. ഹായ് എവരിവൺ, വെൽക്കം ടു ദ 2 AM മൈൻഡ്. ഈ ഷോയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗോപിനാഥ് മുതുകാടാണ്. വെൽക്കം സർ. നമസ്കാരം. നമസ്കാരം. 45 വർഷം മാജിക്കില് 56 രാജ്യങ്ങൾ, ബഹുമതികൾ, അംഗീകാരങ്ങൾ, ജാലവിദ്യ കൊണ്ട് ലോകരെ വിസ്മയിപ്പിച്ച അങ്ങ് ജീവിതം വിസ്മയിപ്പിച്ചത് എന്തൊക്കെയാണ്? ജീവിതത്തിൽ വിസ്മയങ്ങളല്ലേ മൊത്തം കാണുന്നത് മുഴുവൻ വിസ്മയമാണ്, കേൾക്കുന്നത് മുഴുവൻ വിസ്മയമാണ്. പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രകൃതിയിൽ കാണുന്ന വിസ്മയങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഓരോ കാഴ്ചയും വിസ്മയമാണ്, ഓരോരുത്തരെ പരിചയപ്പെടുന്നതും വിസ്മയമാണ്. വിസ്മയങ്ങൾക്കൊരു പരിധിയില്ല, അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും ആ വിസ്മയ കണ്ണുകളോടുകൂടിയാണ് കാഴ്ചകൾ മുഴുവൻ കാണുന്നത്. പക്ഷേ ഒരു കാലത്ത് കണ്ടിരുന്ന കാഴ്ചകളിൽ മുഴുവൻ മാജിക്കാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇപ്പോൾ ആ ലോകമല്ല മുന്നിൽ എന്നുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാണുന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ പാരൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും, അത്തരം കാര്യങ്ങളിലൂടെയാണ് ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ കാഴ്ചകൾ. കാഴ്ചകൾ എന്നുള്ളതല്ല, കാഴ്ചകളിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അതായിരിക്കുന്നതാണ്. അതാണ് വ്യത്യാസം. ട്രൂ. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്റ്റാർ മാജിക്കിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സാധനം ഇന്ന് ലോകം മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? എന്നെ മോട്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരാണ് പ്രധാനമായിട്ടും. ഒരു കാലത്ത് ഞാൻ ജാലവിദ്യാ പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് മുഴുവൻ അന്വേഷിച്ചിരുന്നത് എഴുത്തുകാരെയായിരുന്നു. എപ്പോഴും എഴുത്തുകാരെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നുണ്ട്. കാരണം മറ്റൊരു സിനിമ പോലെയല്ല. സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് കാണുന്നത്. മനോഹരമായ ഒരു സംഗീതമാണെങ്കിൽ പോലും അതിൻ്റെ വരികളും അതിനകത്തുള്ള സംഗീത മിശ്രണവും പാടുന്ന ഗായകൻ്റെ അല്ലെങ്കിൽ ഗായികയുടെ ശബ്ദവും അതിൻ്റെ ആലാപന രീതിയും എല്ലാം കൂടി ചേർന്നിട്ടാണ്. പക്ഷേ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സ്വന്തം തലച്ചോറിലുണ്ടായ ഒരാശയം സ്വന്തം പേനത്തുമ്പിലൂടെ പുറത്തേക്ക് ഒഴുകി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരെ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്നു. ആ ഒരു രംഗത്തുള്ള പലരും എൻ്റെ ജീവിതത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. നിലമ്പൂരിൻ്റെ മണ്ണിൽ, നിലമ്പൂരിൽ നിന്ന് കുറേ ദൂരെ കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്ന തിരുവനന്തപുരത്തെ ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററും ഈ മാജിക് അക്കാദമിയും ഈ മാജിക് പ്ലാനറ്റും ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വിട്ടുപോരാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ മുമ്പിൽ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ മലയാറ്റൂർ സാർ തന്ന ധൈര്യം, മോട്ടിവേഷൻ, നീ അവിടെ നിൽക്കേണ്ടവനല്ല, നിന്റെ കയ്യിലുള്ള കല കൊണ്ട് നീ വേറൊരു ലോകം പണിയേണ്ടവനാണ് എന്ന് എന്നോട് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് പൂജപ്പുരയിൽ 8 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ മാജിക് അക്കാദമി എന്ന് പറയുന്ന സുന്ദരമായൊരു സ്വപ്നം 96-ൽ അദ്ദേഹം വിഭാവനം ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ സന്തോഷവാനായിട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകളാണ് എൻ്റെ മോട്ടിവേറ്റേഴ്സ്. അതിനുശേഷം ONV സാർ തൻ്റെ പേട്രണായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും അദ്ദേഹം തന്ന ഉപദേശങ്ങളും ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടൂർ സാറാണ് ഞങ്ങളുടെ പേട്രണായിട്ടിരിക്കുന്നത്. അടൂർ സാറ് ഓരോ നിർദ്ദേശങ്ങളും നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മൾ പകച്ചു നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ അവരൊക്കെ പറയുന്ന മനോഹരമായ ആശയങ്ങളും ജീവിതത്തിൻ്റെ
അനുഭവങ്ങളിലൂടെ അവർ പറഞ്ഞു തരുന്ന ആ സങ്കല്പങ്ങളുമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അവരൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ തന്നെ. ഒരുപാട് ഐഡൻറ്റിറ്റി ഉണ്ട് സാറിന്. മജീഷ്യനാണ്, അതുപോലെ ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. പുതിയൊരു പ്രൊജക്റ്റ് വരുന്നു കാസർഗോഡ്. അപ്പോൾ അത് മാത്രമല്ലാതെ പല റോളുകളും നമ്മൾ ഡെയിലി ലൈഫിലും പല റോളുകളും ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള റോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. പിക്കാസോയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരച്ച ഏറ്റവും മനോഹരമായ ചിത്രം ചിത്രം ഏതാണെന്ന്. പിക്കാസോ പറയുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. അതുപോലെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ 20കളിൽ ഉള്ള കാഴ്ചപ്പാടല്ല 30കളിൽ, 40കളിൽ വീണ്ടും അതിന് പക്വത കൂടും. കുറച്ചുകൂടി കഴിയുമ്പം നമ്മുടെ പെർസെപ്ഷൻ മാറും, നമ്മുടെ പേർപ്പസ് മാറും, നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്, അതിലേക്ക് എത്തും. കുട്ടികളുടെ കാര്യം എടുത്താൽ എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. കുട്ടികളെ മാത്രമല്ല, കുട്ടികളുടെ അമ്മമാരെയും സാർ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്കൊരു ജീവിത ഉപാധി ഉണ്ടാക്കി കൊടുക്കുക, വരുമാനം ഉണ്ടാക്കുക. അതിനു വേണ്ടി സാറിൻ്റെ എഫേർട്ട് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ആ നമ്മുടെ ഉള്ളിലുള്ള ആ ഇൻറ്റൻഷൻ കൃത്യമായിട്ട് തിരിച്ചറിയാതെ പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവും. ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഓരോ ഘട്ടത്തിലുണ്ടാവും. മാജിക് ചെയ്യുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏത് സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അത് ആ ഇന്റൻഷൻ ആളുകൾ തിരിച്ചറിയുന്നില്ലേ എന്നുള്ളതും, തിരിച്ചറിയുന്നതിലപ്പുറം തിരിച്ചറിയേണ്ടാത്തത് പറയുന്നുണ്ട് എന്നുള്ളതും ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഉറപ്പല്ലേ? അതുണ്ടാവും. അപ്പോൾ ഒരു സാധാരണക്കാര് ചില സന്ദർഭങ്ങളിലൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാടിപ്പോയി എഴുന്നേറ്റ് ഓടാൻ പാടാണ്. അപ്പോൾ ഈ സാധാരണക്കാർ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഇത്രയും വലിയൊരു ഒരു സ്ട്രഗിൾ വരുമ്പോൾ സാധാരണ നോർമൽ പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തെ പക്ഷേ അനുഭവങ്ങളുടെ തീവ്രത കൊണ്ടോ അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ട് കരുത്ത് കൊണ്ടോ ഓവർകം ചെയ്ത ആളാണ് സാർ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ഒരു ഹെൽപ്പായിട്ട് തിരിച്ചു ഞാൻ വീണ്ടും വരണം, അതല്ലെങ്കിൽ എനിക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ ആകാം, ഒരു റെസിലിയൻസ് കപ്പാസിറ്റി ആകാം, ഒരു മൈൻഡിൻ്റെ ഒരു ടഫ്നെസ് ആകാം. അത് എന്താണ് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു അതിനെ എടുത്തു പറയാൻ പറ്റുമോ ഈ 2 കാര്യങ്ങൾ ഞാൻ തിരിച്ചു വരാൻ? അല്ല, അതിനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത് തീച്ചൂളകളിലൂടെ നടക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ എല്ലാം നമ്മുടെ കൈകളിൽ വെച്ച് തരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ മക്കളെ പോലും വളർത്തരുത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാവണം. അത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടതെന്നുള്ളത്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഓരോ അനുഭവങ്ങളും ഓരോ പാഠപുസ്തകമായിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രമാത്രം തീവ്രമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാജിക്കിന് ഒരു സാഹചര്യവും ഇല്ലാത്ത, എൻ്റെ വീട്ടിൽ പോലും മാജിക്കിൻ്റെ രംഗത്ത് ആരും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ മാജിക്കിലേക്ക് വരുന്നത്. ആ കാലത്ത് മാജിക് എന്ന് പറയുന്ന വെറും തെരുവിൽ മാത്രം ഉള്ള തെരുവ് ജാലവിദ്യക്കാർ കൊണ്ടു നടക്കുന്ന വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ആർട്ടായിരുന്നു. ആർട്ടെന്ന് കൂടി പറഞ്ഞുകൂടാ, ഈ ഏലസ് മന്ത്രച്ചാട്ടം വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിട്ട് വേണമെങ്കിൽ മാജിക്കിനെ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലത്താണ് ഞാൻ മാജിക്കിലേക്ക് വരുന്നത്. അപ്പോൾ മാജിക് എന്ന് പറയുന്ന ഒരു കലയെ സ്റ്റേജിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് അതിനെ ആർട്ടാക്കി ഒരു പെർഫോമൻസ് ആക്കി അതിന് ഒരു ജീവിതത്തിൻ്റെ ഉപാധിയായിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള 25-30 ആളുകൾ അതിനെക്കൊണ്ട് ജീവിക്കുന്നൊരു ജീവിതോപാധിയായിട്ട് അതിനെ മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ കാലത്ത് പ്രോഗ്രാം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ പരിപാടി തരില്ല, കാരണം മാജിക് അല്ലേ വല്ല സ്കൂളുകളിലും പോയിട്ട് കാണിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് ഒരു സ്റ്റേജിലേക്ക് പിടിച്ചുയർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു പഴയ ബസ് മേടിച്ചതിൻ്റെ പേരിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല തീവ്രതകളിലൂടെ നടന്നു പോയിട്ടുണ്ട് ഞാൻ. ബഹ്റിനിൽ ഫയർ എസ്കേപ്പ് ആക്ട് കാണിച്ച സമയത്ത് 1 മാസം പുള്ളി ആശുപത്രി കിടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അവിടെയല്ല അവസാനിപ്പിക്കേണ്ടത് ജീവിതം. ഇവിടെ അതിനെ കവച്ച് വെച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, തീച്ചൂളകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ സത്യത്തിൻ്റെ പാതയിലൂടെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ലോകം അങ്ങനെയാണ്. ലോകത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കാലം എത്രയോ കടന്നുപോയി. ഇതിനകത്ത് യേശുക്രിസ്തു മുതൽ മഹാത്മാഗാന്ധി വരെ ഉള്ള ആളുകൾ, പ്രവാചകനടക്കം എല്ലാവരും, ശ്രീകൃഷ്ണനടക്കം എല്ലാവരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നെ എങ്ങനെയാണ് എണീറ്റ് നിന്നത്, എങ്ങനെയാണ് എണീറ്റ് നടന്നത്,
അപ്പോൾ അതെ. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം വീഴ്ചകളല്ല പ്രധാനം. വീഴ്ചകളിൽ നിന്ന് എണീക്കാതിരുന്നു കഴിഞ്ഞാൽ അതാണ് തെറ്റ് എന്ന് പറയുന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്ന അതാണ്. നമ്മുടെയൊക്കെ തീർച്ചയായിട്ടും. ലൈഫിൽ ഇതൊക്കെ നമുക്ക് ഈ പ്രതിസന്ധികൾ എന്തിനാണ് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്? നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയാണ്. ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതൽ ആവേശം വരികയാണ്. അതെ, അതെ. ഇതിനെ അതിജീവിച്ച് ഞാൻ മുന്നേറും. ആ മുന്നേറുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പവർഫുൾ ആവും നമ്മൾ. അതല്ലെങ്കിൽ നമ്മൾ 100%. ഉറങ്ങിപ്പോകും. 100% അപ്പം ഫെയില്യൂർ നല്ലതല്ലേ ഒരർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഫെയിലർ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താ പറയുക, സുഖകരമായ ജീവിതം നയിക്കുന്നതല്ല, പട്ടുമത്തയിലല്ല അതെ. കിടക്കേണ്ടത്. അതെ, അല്ലേ? അതെ. അത് നമുക്ക് ശീലമായി സുഖമായിട്ട് അങ്ങനെ ഉറങ്ങിപ്പോകുന്നു. അതല്ല വേണ്ടത്. ഈ യങ്സ്റ്റേഴ്സ് പക്ഷേ റിജക്ഷൻ ഫേസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും എന്ന് പറഞ്ഞുകൂടാ. യങ്സ്റ്റേഴ്സിന് നമ്മൾ പുതിയ തലമുറ എല്ലാവരെയും ആക്ഷേപിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഉം. നല്ല ജമ്മായിട്ടുള്ള ആളുകളുണ്ട്, വളരെ വളരെ തീർച്ചയായിട്ടും. സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിന്റെ അഡിക്ഷനും നമുക്ക് എന്താ പറയുക, ഒരു സമയമില്ലാത്ത അവസ്ഥ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്നു എന്നുള്ളതാണ്. ഒരു വലിയ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാവരും നല്ല ഞാൻ പറയുന്നത്. അതെ. വലിയൊരു വിഭാഗം ഇപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് കുതിച്ചു പായുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ സഞ്ജു സാംസൺ ഒക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഏറ്റവും കാരണം വലിയ അതിന്റെ example. ഡെഡിക്കേഷന്റെയും തീവ്രമായിട്ടുള്ള പരിശീലനത്തിന്റെയും അതന്നെ. തോൽക്കില്ല എന്നുള്ള വാശിയുടെയും എക്സാമ്പിൾ അല്ലേ ഇത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ മാജിക്കിൽ ഒരുപാട് ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കണമല്ലോ അല്ലേ? വളരെ ടൈമിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് ആണ്. സമയം എന്ന് പറഞ്ഞാല് മറ്റൊന്നിന്റെയും മാതിരിയല്ല. അപ്പൊ അതെ, പാട്ട് പാടുന്നത് ഒരു 2 സെക്കൻഡ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നു. അതെ അതെ മാജിക്കിനകത്ത് ഈ അതെ. കൂട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രാവിനെ പുറത്തേക്ക് എടുക്കുന്ന സമയം കറക്റ്റ് സെക്കൻഡിന്റെ അല്ലെങ്കിൽ കളികളാണ്. കറക്റ്റ് അല്ലെങ്കിൽ പിടിക്കും. പോയി. അതാണ്. അപ്പോ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഈ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പെട്ടെന്ന് എടുക്കണം. നമുക്ക് ആരടുത്തൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. ഇത് ജീവിതത്തില് ഈ ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപകടമായി പോയി, അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ സർ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ട് പിന്മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു എടുത്തുചാട്ടക്കാരനാണ്. എൻ്റെ ഒരു വലിയ കുഴപ്പം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ മാജിക് പ്ലാനറ്റ്, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന മാജിക് പ്ലാനറ്റ്, ഇത് കാട് പിടിച്ചിട്ട് കിടന്നിട്ട് പ്രദേശമായിരുന്നു. കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൻ്റെയാണ്. അപ്പോൾ ഈ സൈനിക് സ്കൂളിൽ നിന്ന് മേടിച്ചപ്പോൾ, ഗവൺമെന്റ് മേടിച്ചപ്പോൾ, ഈ ലാൻഡ് ലീസിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പെരും കാടാണ്, പാമ്പുകൾ എഴഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യം സ്ഥലം മേടിച്ച കൂട്ടത്തിലാണ് ഞാനൊക്കെ ഉള്ളത്. ഇവിടെ സുരേഷ് ഗോപി മേടിച്ചിരുന്നു, ഞാൻ മേടിച്ചു, നെറ്റ്വർക്ക് ടെലിവിഷൻകാർ മേടിച്ചു, അവരൊക്കെ പിന്നെ പിരിഞ്ഞുപോയി. ഇവിടെ ഇത് തുടങ്ങാൻ വേണ്ടി മാജിക് പ്ലാനറ്റ് തുടങ്ങണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് എല്ലാവരും പറയുമായിരുന്നു, ഒരു 6 മാസം കൊണ്ട് ഇത് പൂട്ടും എന്ന് പറയുമായിരുന്നു. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ആളുകൾ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. 2014 ഒക്ടോബർ 31 തുടങ്ങുന്നത്. ഇപ്പോൾ 12 വർഷമായി. ഇറ്റ്സ് റണ്ണിങ് സ്മൂത്ത്ലി. ഇവിടെ 150ഓളം ജീവനക്കാരുണ്ട്. അവർ സുഖമായിട്ട് ഇതുവരെ ശമ്പളം മുടങ്ങിയിട്ടില്ല, അവരുടെ ഭക്ഷണം മുടങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഫ്രീ ഫുഡാണ്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ കാൽക്കുലേഷൻ അങ്ങനെ എടുത്ത്, പക്ഷെ ആ എടുത്ത് ചാടിയതിൻ്റെ പേരിൽ തീവ്രമായിട്ടുള്ള പിരിമുറുക്കം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം വീട് വിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു, ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു, നിൽക്കുമോ എന്ന് പകച്ചു പോകുന്നു, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ നമ്മൾ കാസർഗോഡ് തുടങ്ങാൻ പോകുന്നത് IIPD എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അതൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇനി അത് എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷേ തീർത്തല്ലേ പറ്റുള്ളൂ. കാരണം ഒരു ഗ്ലോബൽ മോഡലായിട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു അദമ്യമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് അത് ചെയ്യുന്നത്. യൂസുഫ് അലി സാറിന്റെ സപ്പോർട്ട് അതിനകത്തല്ലേ, ഇപ്പൊ ഇതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അദ്ദേഹം. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഫേസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഫേസിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എടുത്തുചാട്ടം എന്ന് പറയുന്നത് ഒരു, പക്ഷെ അതൊക്കെ രസമാണ് ജീവിതത്തിൽ. കാരണം നമ്മളൊരു ഷോർട്ട് സ്പാൻ അല്ലേ ജീവിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മൾ അങ്ങോട്ട് മരിച്ചു പോകുന്നല്ല, സംഭവം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ലതാണെന്ന് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഈ ഡിസിഷൻ ഇങ്ങനെ എടുത്തുചാടി എടുക്കുന്ന ഒരു ഇമോഷണൽ ആയിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം നല്ല ഉദ്ദേശം, എന്നാലും അങ്ങനെ ഇമോഷണലി കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സാർ അങ്ങനെ ഒരു ഡിസിഷൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ കൂടെ ഒരു നല്ല സാഹചര്യത്തിൽ ജീവിപ്പിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ നല്ല സൗഹൃദ വലയമുള്ള ആളാണ്, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയണ്ടേ, സ്ട്രഗിളിലൊക്കെ നിൽക്കുമല്ലോ ചില സമയത്ത്, നമ്മൾ വിചാരിക്കാത്ത
പ്രതിസന്ധികൾ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ അടി കിട്ടുന്ന പോലെ പ്രശ്നങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വരുമ്പോൾ ഈ സൗഹൃദങ്ങൾ ഉപകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ താങ്ങായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സൗഹൃദങ്ങളെ ഉപകരിച്ചിട്ടുള്ളൂ. യഥാർത്ഥ സുഹൃത്ത് ആരാണ്, യഥാർത്ഥ സുഹൃത്ത് ആരല്ല എന്ന് തിരിച്ചറിയാനുള്ള നിമിഷങ്ങൾ എപ്പോഴും പ്രതിസന്ധികളാണ്. കറക്റ്റ്. നമ്മൾ ട്രാപ്പിലാവണം. നമ്മളൊരു ട്രാപ്പിലാവുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ളത്, അതെ അതെ ആരൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നവർ, ആരൊക്കെയാണ് നമ്മളോട് കപടമായിട്ട് സ്നേഹം നയിച്ചവർ എന്ന് അതെ. തിരിച്ചറിയുന്ന നിമിഷം അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നമുക്ക് ജീവിതം ഭയങ്കര രസമല്ലേ. നമ്മളൊരു അതെ അതെ അതെ. ഇതിലും വലിയൊരു പാഠപുസ്തകം എന്താ ഉള്ളത് അല്ലേ? വേറൊന്നുമില്ല, ഒന്നുമില്ല. സത്യം. ലൈഫിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഓരോ വ്യക്തികളും ഒക്കെ തന്നെ എന്തെല്ലാം പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മാജിക്കിനെക്കാളും വിസ്മയിപ്പിക്കുമല്ലേ ചില മനുഷ്യരെ. പിന്നെ സത്യം. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാര് വളരെ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഇപ്പുറത്തേക്കുന്ന ആൾ അപ്പുറത്തേക്ക് പോവാം, അപ്പുറത്തേക്ക് പോകും, ചിലർ വാനിഷ് ആവും, വാനിഷ് ആവും. ചിലർ ഏയ് വാനിഷ് അറിയില്ല. ആവും. അതിനേക്കാളും നല്ലത് ചിലര് നമ്മൾ വല്ലാതെ സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഉം. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, സത്യം. ദൈവദൂതനെ പോലെ പോലെ. പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉം. ഇപ്പൊ നമ്മുടെ ഞാൻ പറയാം, ഇപ്പൊ കാസർഗോഡ് നടത്താൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഉം. അതെങ്ങനെയാ അവിടെ കാസർഗോഡ് അങ്ങനെ വരാൻ കാരണം? ഒരു മനുഷ്യൻ, ഉം. ഒരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു കോളേജ് പ്രൊഫസർ ഉം. അമേരിക്കയിൽ പോയി വന്ന് അദ്ദേഹം ജീവിതത്തിൽ പണം ഒന്നുമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു, പലരെയും സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻ്റർ വന്ന് കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ മനസ്സ് അതെ. മാറിയത്. അവിടെ ആ കുട്ടികൾക്കും അതുപോലെയുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ച് തരാമെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ പോയി നോക്കി. കാരണം ഇത് നമ്മളൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആണല്ലോ. അതെ. അപ്പോൾ അതിനകത്തേക്ക് ഒരു രൂപ വരുന്നത് പോലും കൃത്യമായിട്ട് അതെ. അളക്കണം, അത് എവിടെ നിന്നാണ് വരുന്നത്, സോഴ്സ് കാണിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. കാരണം അതെ അതെ അതെ. നമുക്ക് FCRA ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഈ സാത്വികനായ ഒരു മനുഷ്യൻ ഒറ്റ മുറിയുള്ളൊരു മുറിക്കകത്ത് അദ്ദേഹം താമസിക്കുന്നത്, ഒരു കട്ടിലും അയാൾ ഇങ്ങനെ കയറ് തൂക്കിയിട്ട് അതിനകത്ത് ആ കുപ്പായങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ കാസർഗോഡ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി സ്ഥലം അന്വേഷിച്ചു, സ്ഥലം കണ്ടെത്തി. അദ്ദേഹം പൈസ അദ്ദേഹത്തിൻ്റെ ഫണ്ട് എടുത്തിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ പേരിൽ ലാൻഡ് മേടിച്ചു തന്നു. ലാൻഡ് മേടിച്ചു തന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം മരിച്ചു. ബ്രെയിൻ ട്യൂമർ അദ്ദേഹത്തെ പോയി. അപ്പോൾ എന്തിനാ അദ്ദേഹം വന്നതിൻ്റെ മുമ്പിൽ? ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി വരുന്നു, ഈ ഒരു കാര്യം ചെയ്യുന്നു, ഇത് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കൈ പിടിച്ചെന്ന് എനിക്കെതിരെ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുന്ന സമയമാണ്. എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ആരെന്ത് പറഞ്ഞാലും ഇത് ഉപേക്ഷിക്കരുത്, ഞാൻ അവിടെ നിന്നോട് കാണും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മളിത് ചെയ്യണം. ആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ച് ഉറപ്പായിട്ട് ഓരോ നിയോഗമാണ്. നിയോഗമാണ്. എല്ലാം ഓരോ നിയോഗം. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഇന്ദ്രജാലം കാണിക്കുന്നത് ഞാൻ പറയുന്നത്. ശരിക്കും മനുഷ്യനോളം ഇന്ദ്രജാലക്കാര് ആരുമില്ല. മാജിക്കിൽ കുപ്പായം ഇടാതെ തന്നെ അല്ലേ? തീർച്ചയായും. അപ്പോൾ സനോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഈ ശരിക്കും ലൈഫിലൊരു പോസ് എടുക്കണം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഒരു റെസ്റ്റ് എടുക്കണം, കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവും എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പോസ് ഒക്കെ എടുക്കാറുണ്ട്? ഞാൻ ഇതുവരെ അങ്ങനത്തെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല, റെസ്റ്റ് എടുക്കണം. ഞാൻ കാസർഗോഡ് പ്രോജക്റ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കണം. കുറേ യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടും എന്താ പറയുക, അങ്ങനെ അവൾക്ക് എൻ്റെതായിട്ടുള്ള സമയം മോനും വൈഫിനും അത്ര കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂടെ ഇനിയുള്ള സമയമെങ്കിലും കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നുണ്ട്. അപ്പോൾ അത് കാസർഗോഡത്തെ പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറേ യാത്ര ചെയ്യണം. പിന്നെ വായന ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ വേണ്ടത്ര വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. കുറേ പുസ്തകങ്ങൾ വായിക്കാൻ കരുതി വെച്ച പുസ്തകങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വായിക്കണം, എഴുതണം. കുറെ ഞാൻ ചോദിക്കാൻ വന്നതാണ്. ഒത്തിരി ബുക്ക് എഴുതിയിട്ടുണ്ട്, കുറച്ച് ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഇന്ത്യ യാത്രയുടെ രണ്ടാമത് ഞങ്ങൾ ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു യാത്ര പോയിരുന്നു, സോഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഈ ഭാരതത്തിലെ 9 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും CRCകളിലും ഒക്കെ പോയിരുന്നു. പക്ഷെ അതൊക്കെ നല്ല എക്സ്പീരിയൻസസ് ആണ്. അവിടുത്തെ ചില പാരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക. അത് പക്ഷേ പുസ്തകമായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല, എഴുതണം. മറ്റേ പുസ്തകം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ആദ്യത്തെ ഇന്ത്യൻ്റെ പ്രണയ വിസ്മയം എന്ന് പറയുന്ന ബുക്ക്. അപ്പം അതുപോലെ ഈ ഒരു പുസ്തകം എഴുതണം എന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് മനുഷ്യര് ഒരുപാട് ആത്മഹത്യ കാണുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആത്മഹത്യകളുണ്ട്, അല്ലെങ്കിൽ അപായപ്പെടുത്തലുകളുണ്ട്. അപ്പോൾ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നു എന്ന് തോന്നുമ്പം
അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ജീവിതം എത്ര മൂല്യമുള്ളതാണെന്ന് നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടികളെ കാണുമ്പോൾ തന്നെ ആ കുട്ടികൾ ജീവിതത്തിൽ കാണുന്ന ഒരു രീതി, അവരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയം, അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വാല്യൂ, മൂല്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരോട് ജീവിതം ഇനിയും ബാക്കിയാണ് എന്ന് നമുക്ക് നമുക്ക് അങ്ങനെ ഉള്ളവരോട് എന്ത് പറയാൻ പറ്റും? ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ഒറ്റ തവണയാണ് ജനിക്കുന്നത്, ഒറ്റ തവണയാണ് മരിക്കുന്നത്. അതെ. നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മളൊരു ആപ്ലിക്കേഷൻ വേണം, കൊടുക്കണം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വേണം, ക്യൂ നിൽക്കണം. ഇത് ഒരു റെക്കമെൻഡേഷനും ഇല്ല, അതൊരു ക്യൂവിൽ നിൽക്കാതെ ആരും ഇവിടെ അപേക്ഷ കൊടുക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ ഭൂമിയിൽ പിറന്നു വീഴാണ്. ആ ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക, വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ വാചകങ്ങളെ കൊണ്ടോ പൂരിപ്പിക്കാൻ സാധിക്കാത്ത അമൂല്യമായ ഒരു രത്നമാണത്. അതെ. അതിനെ കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കാതെ അതിന് നമ്മൾ വെറുതെ പുഴയിലേക്ക് എറിഞ്ഞ് കളയുക എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അതെ. ജീവിതത്തിന്റെ വാല്യൂ പലർക്കും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതം മടുത്തു, ഇങ്ങനെ പറയുന്ന ചെറുപ്പക്കാരെ കേൾക്കുന്നുണ്ട്. Correct. മടുത്തു ജീവിതം, എന്ത് മടുക്കാൻ, ഇത്ര രസകരമായിട്ടുള്ള സത്യമാണ്. പുണ്യമായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലേ, അതെ അതെ അതെ. അതൊന്നും ആസ്വദിക്കാതെ നമ്മളിങ്ങനെ ജീവിതം മടുത്തു എന്ന് പറയുന്നത് എന്തർത്ഥമാണ്? ജീവിതം ഒരു ഭാഗ്യമാണ് അല്ലേ. അല്ലോ, വല്ലാത്ത ഭാഗ്യമല്ലേ നല്ല ഒരു ഭാഗ്യമാണ്. ഈ നമ്മൾ ചുറ്റും ഇങ്ങനെ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ഒരു പുഴയുടെ തീരത്ത് പോയിരുന്നാൽ, കടലിലേക്ക് നോക്കിയിരുന്നാൽ, പർവ്വതത്തിലേക്ക് നോക്കിയിരുന്നാൽ കാണുന്നതെല്ലാം വിസ്മയങ്ങളല്ല. അതെ, എന്ത് അതെ. രസമാണ് ലൈഫ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷേ ക്ഷമിക്കാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. എത്രമാത്രം സാറ് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ അറിയുന്ന, എനിക്കും നമുക്ക് എല്ലാവരെയും അറിയുന്ന പോലെ കുറച്ചുകൂടി എനിക്കും അറിയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രമാത്രം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ഷമിക്കുന്നതാണ് ഏറ്റവും നല്ല വഴി എന്നാണ് അതെ, ഞാൻ അതെ. ചിന്തിക്കുന്നത്. ക്ഷമിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഇങ്ങനെ പ്രതികരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ഒറ്റ വീഡിയോ. ആ വീഡിയോ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, ആർക്കെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഏറ്റെടുത്തോളൂ, ഐ എം റെഡി ടു ഗീവ്, എന്ന് തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വേണ്ടിയിട്ടേ ഇല്ല, വെറുതെ ഞാൻ എൻ്റെ ജോലിയും ചെയ്തുകൊണ്ടാണ്. അവരെല്ലാം അവരുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. അപ്പം അതുകൊണ്ട് കാസർഗോഡ് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഒരു ഊർജ്ജം നമുക്കുണ്ട്. കിട്ടി. അത്ര തന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും. നമ്മളെ അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, അതാണ് നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ എന്തിനാണെന്നറിയാവോ, നീ ഇവിടെ അടങ്ങിയിരിക്കരുത്, നീ ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിസന്ധികൾ വരുന്നത്. ഈ വേദങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ഈ വൾനറബിലിറ്റി നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ള അതെ 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 നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് വരും. അതെ അത്രേ ഉള്ളൂ അത്രേ ഇതിനകത്ത്. ഉള്ളൂ. അപ്പൊ അത് തിരിച്ചറിയാന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ക്ഷോഭിക്കുക. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ആളുകൾ ചില പ്രണയത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ചില പകയുടെ പേരിൽ, കുറച്ച് പൈസയുടെ പേരിൽ, ഇതിന്റെ പേരിലൊക്കെ ആളുകൾ പ്രകോപിതരായിട്ട് കത്തി കൊണ്ട് കുത്തുന്നു, കൊല്ലുന്നു. പൊളിറ്റിക്സ് എന്ന് ആലോചിച്ചു, രാഷ്ട്രീയത്തിലുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചു. ഈ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിനകത്ത് നമ്മൾ രസമായിട്ട് ചിന്തിച്ചും ഫ്രണ്ട്ഷിപ്പിലും സ്നേഹിച്ചും ജീവിക്കേണ്ട ജീവിതത്തിന് വെറുതെ ഇങ്ങനെ ഇത് ഈ എന്താ പറയാ, പക പോക്കുന്ന ആളെ സംബന്ധിച്ചൊന്നും കുറച്ചു കാലം കഴിഞ്ഞാൽ കുറ്റബോധമായിട്ട് വരും. പിന്നെ അയാൾക്കും ജീവിതമില്ല. ജീവിതം ജയിലടക്കുന്നതിന്റെ പേരിലാണ് അയാൾ ഉള്ളിൽ തീർക്കുന്ന ജയില്, ഉള്ളിലുണ്ടാവുന്ന അതൊന്നും പെട്ടെന്ന് പോകില്ല. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രായമായിട്ട് തിരിഞ്ഞു ചിന്തിക്കുന്ന സമയത്ത് എന്തോ ഒരു മാനസിക പ്രശ്നമാണെന്ന് അറിയാവോ. പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് വല്ല കാര്യം ഒരു കാര്യമില്ല. എനിക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ചിരിച്ചുകൊണ്ട് മരിക്കാം. കാരണം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ, ഭാരമില്ലല്ലോ, ഒരു ഭാരമില്ല, ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യും. ഈ കർമ്മ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പ്രതിഫലം നമുക്ക് കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ട്. ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ വരാറുണ്ടല്ലോ. ഉണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടേതല്ലാത്തതും പിന്നെ പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഇപ്പോ സാധാരണ പറയാറുള്ളത് ധ്യാനം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ സൈലൻസ്, ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെയൊന്നുമില്ല, അത് വിട്ടുകളയുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അതാണ് വിട്ടുകളയുക. നമുക്ക് കാരണം നമ്മൾ ടെൻഷൻ അടിച്ചു എന്നുള്ളതിന്റെ പേരിൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നം ആവില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുള്ള, വിട്ടുകളയുക. ഈ നമ്മൾ എടുക്കാൻ പഠിക്കുന്നതിനേക്കാൾ ഒഴിവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമാണോ സാർ? എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടം. സ്വന്തം ഞാൻ അങ്ങനെ കമ്പനി ഇരിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, സൂപ്പർ. വായന ഇഷ്ടപ്പെടുന്നേ ഉള്ളേ, അതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകളും ആശയങ്ങളൊക്കെ ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്കഷനിലൂടെ ആയിരിക്കും വരുന്നത്. മനസ്സിൽ ബാക്കി നിൽക്കുന്ന എന്തെങ്കിലും സ്വപ്നമുണ്ടോ? കാസർഗോഡത്തെ പ്രോജക്റ്റ് അത് തന്നെ അതാണ് ഇപ്പോൾ, അത് ഇപ്പോൾ മാത്രമേ ഉള്ളത്. ഉള്ളൂ. അതിലപ്പുറം വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. അത് അത് ശരി. ഒന്ന് പൂർത്തിയാക്കണം. എത്ര വർഷം എടുക്കും ഉദ്ദേശം? ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്ന 2026 ഫസ്റ്റ് ഫേസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കുട്ടികളെ എടുത്തു തുടങ്ങാൻ പറ്റും. 3 ഫേസ് ആയിട്ടാണ്. ഓക്കെ. പിന്നെ സ്പോർട്സ് മറ്റു കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ഫേസ്. അനിമൽ തെറാപ്പിയൊക്കെ ഉണ്ട് വരുന്നത്. ഓ, അനിമൽ അനിമൽ തെറാപ്പി. തെറാപ്പി അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരിക. തെറാപ്പി, പെറ്റ് തെറാപ്പി. അത് അനിമൽ തെറാപ്പി. അതെ അതെ, ഒരു ഹൈ ഇതാണ്, സ്വപ്നം വലുതാണ്. ഓക്കെ ഓക്കെ, എല്ലാം സംഭവിക്കും. യെസ്. ഇവരുടെ ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അപാരം. അപാരമാണ്. നമ്മളത് അത് കാണേണ്ട രീതിയിൽ കാണുകയും ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെക്കാൾ എത്രയോ സമർത്ഥരാണ് ഇവര്. അതെ, അത് നമ്മൾ തൊട്ടുണർത്തുന്നില്ല എന്നുള്ള പറയുന്നത് നമ്മുടെ തെറ്റ്. അതെ. അതാണ് ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ, അവരെ ഹാൻഡിൽ ചെയ്യുന്ന രക്ഷിതാക്കളാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ സഹനം എന്ന് പറയുന്നത്. പെയിൻ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും. അതിൽ പല രക്ഷിതാക്കളിലും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ എല്ലാവരും ഇല്ല, കുറച്ചു പേരെങ്കിലും അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്ന കണ്ടീഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ ഫിനാൻഷ്യലി അവര് എക്യുപ്ഡ് ആയിരിക്കില്ല, പിന്നെ തണലാകേണ്ട പങ്കാളി ഉപേക്ഷിച്ചും പോകുന്നു, കുട്ടിക്ക് ഒരു സിംഗിൾ പാരന്റ് മാത്രമാവുന്നു. അപ്പോൾ ഇവരുടെ ഫ്രസ്ട്രേഷൻ, ഈ കുട്ടികളുടെ ട്രെയിനിങ്, എസ്പെഷ്യലി അഡോളസെന്റ് സ്റ്റേജ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ഫിസിക്കലി അവർ ഗ്രോ ചെയ്യും, പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മെന്റലി അവർക്ക് ആ ഒരു സെൻസ് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പം ഞാൻ അന്ന് നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഇവർക്ക് ഞാൻ ഓൺലൈൻ സെഷൻ കൊടുക്കുമ്പോഴും അല്ലാതെ നേരിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഇവർ പറയുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബോയാണ് മകൻ, അമ്മ ആണെങ്കിൽ അമ്മയായിരിക്കും കെയർ ടേക്കർ. ഈ കുട്ടിയിൽ വരുന്ന മാറ്റം ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ കാസർഗോഡ് പ്രോജക്റ്റിൽ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അവർക്കൊരു ട്രെയിനിങ്, അവരുടെ ഇമോഷനെ ചാനലൈസ് ചെയ്ത് വിടുക. ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെയുണ്ട് കുട്ടികൾ, ഈ ആൺകുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ ട്രെയിനിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിനേക്കാൾ ഇത്തരം കാര്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് റൂമുകൾ ഉണ്ട് അവർക്ക്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ എന്തോ ഒരു റോങ് സെൻസിൽ എടുക്കുകയാണ്. പക്ഷെ അവർക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരു അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെയെങ്കിലും നമ്മൾ മനസ്സിലാക്കും, ഉൾക്കൊള്ളുന്നു വിചാരിക്കുന്നു ഞാൻ. ഈ അഡോളസെന്റ് സ്റ്റേജിലാണ് ഈ കുട്ടികളുടെ സെക്ഷൽ എനർജി ഏറ്റവും കൂടുതൽ ഹൈ ആവുന്നത്. അപ്പൊ ഇവർക്കത് സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അറിയില്ല. അപ്പൊ അവർക്ക് ആ ഒരു അറിയില്ല. അപ്പൊ പെൺകുട്ടികളിലും ഉണ്ട് അങ്ങനെ ചില അമ്മമാരോട്. നമ്മളിവിടെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആൺകുട്ടികളിലും ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ അതും വീണ്ടും ഒരു സ്വാഭാവികം. അപ്പം അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം, എഡ്യൂക്കേഷൻ വേണം. സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആകണം. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം സൊസൈറ്റി ഇതിനെ കുറിച്ച് ഒട്ടും അവെയർ അല്ല എന്നുള്ളതാണ്. ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിനെ കുറിച്ച് വേണ്ടത്ര ആളുകൾക്ക് അറിയില്ല. ഇപ്പൊ എത്ര ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, DEPWD എത്ര ഡിസബിലിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയില്ല. ഓട്ടിസവും ഡൗൺ സിൻഡ്രോം തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. ഇതൊന്നും അറിയില്ല. ഇപ്പൊ എന്തും ഓട്ടിസം എന്നാ പറയാ, എല്ലാത്തിനും അങ്ങനെയല്ല. ഡൗൺ സിൻഡ്രോം ഉണ്ട്, വേറെ സെറിബ്രൽ പാൾസി വേറെ ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പബ്ലിക് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ ഇൻക്ലൂഷന്റെ യാത്ര നടത്തിയത് മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ്. പബ്ലിക്കിലേക്ക് എന്ത് ഈ കുട്ടികളെ വിളിക്കണം. ഇപ്പോഴും എനിക്ക് വാട്സാപ്പിലൊക്കെ അയക്കുന്ന ആളുകൾ ഇങ്ങനെ അയക്കും, മെസ്സേജ് അയക്കും, എൻ്റെ അടുത്ത വീട്ടിൽ മന്ദബുദ്ധിയുള്ള കുട്ടിയുണ്ട്. മന്ദബുദ്ധി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഒരു അവയർനെസ്, ഒരു ക്യാമ്പയിൻ അവയർനെസ് വേണം. അത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ഇത് കംപ്ലീറ്റ് ഈ ടാക്ടൈലാണ് വെച്ചിരിക്കുന്നത്. വിഷ്വലി ഡിസബിലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് കെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും. എത്ര ബിൽഡിങ്ങുകൾ നമ്മളവിടെ ഡിഫറെന്റ് ഏബിൾഡ് ഫ്രണ്ട്ലി ആണ്. ഈ ബിൽഡിങ്ങിൽ എവിടേക്ക് വേണമെങ്കിലും ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് കടന്നു പോകാനുള്ള സംവിധാനമുണ്ട്. സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റുകളുണ്ട്. ഈ സംവിധാനം നമ്മളെല്ലാ ബിൽഡിങ്ങുകളും ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ സാറ് ഈ ഇവരുടെ അമ്മമാർക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം, കരിസ്മ.
അത് നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് നന്നായിട്ട് വിശ്വസിക്കുന്നത്. നന്നായിട്ട് പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അപ്പം ഇതിലൂടെ അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് എൻഗേജ്ഡ് ആവുക. നമ്മളിപ്പോൾ ഒരു എൻഗേജ്ഡ് മറ്റേ ആവുക. ഏതൊരു പുസ്തകത്തിൽ പറയുന്നില്ലേ, ഏറ്റവും മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചെയ്യുവാൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കണം. എന്നുള്ളതാണ്. അതെ 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 അല്ലേ? അതെ. അപ്പൊ അതുപോലെ തന്നെ ചെയ്യുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്ന് ഉണ്ടായിരിക്കണം. പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. വളരെ അത് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്, അനുഗ്രഹമാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അതെ അവർക്ക് അതെ. മീനിങ്ഫുൾ ആക്കുക. അവര് മൊമെന്റുകൾ മീനിങ്ഫുൾ ആക്കുക എന്നുള്ളത്. ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓ സാറ് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. സാർ പറഞ്ഞു മലയാറ്റൂർ രാമകൃഷ്ണനോ അല്ലെങ്കിൽ സാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരിൽ ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരാളെ കണ്ടിട്ട് ആ ആളിൽ നിന്നും ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് എടുത്ത ഒരു എലമെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ ഉം. പഠിച്ച രാജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ഉം. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്നെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ട് രാജനാണ്. രാജൻ എഡ്യൂക്കേറ്റഡ് അല്ല. ഉം. രാജൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് 7ാം ക്ലാസ് വരെ പഠിച്ചു. പഠിച്ചിട്ടുണ്ട്. രാജൻ പിന്നെ കാർപ്പൻട്രി വർക്കിന് വേണ്ടി പോയി. ഞാൻ പിന്നെ ഹൈസ്കൂളിലേക്ക് പോയി. പക്ഷേ ഞാൻ രാജനിൽ നിന്ന് ഇപ്പോഴും ഒരുപാട് പഠിക്കുന്നുണ്ട്. രാജൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ലോകവിവരം, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാമിലി വെൽ സെറ്റിൽഡ് ആണ്. അദ്ദേഹം ഹൈലി റിച്ച് ആണ്. നല്ല സാമ്പത്തികമായിട്ട് മുന്നേറിയിട്ടുണ്ട്. നല്ല ഫർണിച്ചർ ഷോപ്പുണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആണ്. റോങ് ആയിട്ട് ഒരു കാര്യത്തിലേക്കും രാജൻ പോയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ലൈഫിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ഒരു മോശം കാര്യങ്ങളിലേക്കും പോയിട്ടില്ല. അതേപോലെ തന്നെ രാജനും ആ ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസമല്ല, നേരെ മറിച്ച് ജീവിതത്തിൻ്റെ പരിചയമാണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം. ആ കാഴ്ചപ്പാട് ഉള്ള വ്യക്തി എന്നുള്ളതിലേക്ക് സാധാരണക്കാരനായിട്ടുള്ള രാജനിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളുണ്ട്. അതെ അതെ അതെ. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ എഴുത്തുകാരനെ ഞാൻ മറന്നുപോയി. എന്നെ മുന്നിലൂടെ കടന്നുപോയ അന്ധൻ പോലും എനിക്ക് അറിവിന്റെ പ്രകാശം തന്നിരുന്നു. അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ശരിക്കും കറക്റ്റാണ്. ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും, പിന്നെ അല്ലെങ്കിൽ വെറുതെ നമ്മളോടത്ത് പറഞ്ഞ് വഴി കാണിച്ചിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മീൻ കൊണ്ടുതരുന്ന ഒരാൾ ഒക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിന്റെ വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പക്ഷെ അവിടെ നിന്നും നമ്മൾ കണ്ണ് തുറക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം. നമ്മുടെ വീട്ടിൽ പത്രം കൊണ്ടിടുന്ന ആ പത്രക്കാരന്റെ പേര് എത്ര പേർക്ക് അറിയാം? അറിയില്ല. അതാണ്. പക്ഷേ ആ പത്രക്കാരൻ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള പ്രാരാബ്ധങ്ങളും പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ ഉണ്ട്. നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. അതൊരു വലിയ പ്രശ്നമല്ലേ? അപ്പം നമ്മൾ എല്ലാവരോടും നമ്മൾ കുറച്ചുകൂടി നമ്മൾ സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരിലേക്കും കുറച്ചുകൂടി ചേർന്നിരുന്ന് അവരോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടി നമ്മൾ പഠിക്കുകയാണ്. നമ്മളാണ് നന്നാവുന്നത്, അവരല്ല നന്നാവുന്നത്. നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ പോസിറ്റിവിറ്റി കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. മോട്ടിവേഷൻ പോസിറ്റിവിറ്റി സോഷ്യൽ മീഡിയയിൽ തോന്നിയിട്ടുണ്ടോ? അത് ഒരു മോട്ടിവേഷൻ, കുറച്ച് എല്ലാവരും മോട്ടിവേഷൻ ഫീൽഡിലേക്ക് വരുന്നു. അപ്പൊ അത് കേട്ട് ആളുകൾക്ക് ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് അതിനകത്തൊരു കാര്യം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ പണ്ട് ഞങ്ങളുടെ ഒരു ഇന്ത്യ യാത്ര നടത്തി. ഓക്കെ, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. 2002 വിസ്മയ ഭാരത യാത്ര, 25 പേരടങ്ങുന്ന ഒരു സംഘം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾ ഫ്ലാഗും പിടിച്ചുകൊണ്ട് പിന്നെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പറഞ്ഞ് നടക്കുകയാണ്. തിരിച്ച് ഞങ്ങളിവിടെ എത്തിയ സമയത്ത് അന്ന് AK ആന്റണിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഫ്ലാഗ് തരുന്നു, വാജ്പേയിക്ക് ഫ്ലാഗ് കൊടുക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടുന്ന് ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇന്ത്യ യാത്ര നടത്തിയതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള 25 പേര് അവർ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഒരിക്കലും രാജ്യത്ത് വെറുക്കാത്ത, രാജ്യത്തെ തള്ളി പറയാത്ത ഭാരതീയരായി എന്ന് പറയുന്ന ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഡെയിലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ താന്തിയ തോപ്പി അവരനുഭവിച്ച. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇത് പറഞ്ഞ് നമ്മൾ മാറുന്നു. ഞാൻ പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ. നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മോട്ടിവേറ്റഡ് ആവും, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഒരു വിദ്യാലയത്തിൽ പോയിട്ട് കുട്ടികളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ മദ്യം കഴിക്കരുത്, സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാനാണല്ലോ. എനിക്ക് ഒരിക്കലും അങ്ങോട്ട് ആവാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ കുട്ടികളെ നന്നാക്കുന്നതിനപ്പുറം ഞാൻ നന്നാവുക ചെയ്യുന്നത്. അതുപോലെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആവും. നല്ല കാര്യം. അതുകൊണ്ട് ചെയ്യട്ടെ ആളുകൾ, ഇഷ്ടംപോലെ ചെയ്യട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാനുമൊക്കെ അതിന്റെ ഒരു പാർട്ടായതുകൊണ്ടാണ് ചോദിക്കുന്നത്.
നമ്മുടെ അതെ. ഇപ്പൊ എന്നോടൊക്കെ ഇപ്പൊ പലരും പറയാറുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര പോകുമ്പോൾ അത് കേൾക്കാറുണ്ട്. എനിക്കൊരുപാട് അത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡിപ്രഷനിലേക്ക് പോയ സമയത്ത് ഒരാൾക്ക് നമ്മളൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് മതി. നമ്മൾ സാറ് ലോകം മുഴുവൻ മാറ്റാനൊന്നുമല്ല ശ്രമിക്കുന്നത്. കറക്റ്റ്. നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. സാറിന്റെ കഥ പറയുന്ന രീതി എനിക്ക് ഒരു പ്രത്യേക ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കഥ പറയുമ്പോൾ എന്തായിരിക്കും ഇന്റൻഷൻ മനസ്സിലുള്ളത്? ഞാൻ വിഷ്വലൈസ് ചെയ്യത് ആ, എൻ്റെ അതാണ്. മനസ്സിൽ ഏതൊരു കഥ കേൾക്കുന്ന സമയത്തും അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കഥയൊക്കെ പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MTയുടെ നാലുകെട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പുണ്ണിയും അമ്മണിയെടുത്തിയും തറവാടും വല്യമ്മാമയും കുട്ടിമാമയും ഇതൊക്കെ എൻ്റെ മുന്നിലൊരു ചിത്രമുണ്ട്. ഈ വല്യമാമയ്ക്കൊരു മുഖമുണ്ട്, അപ്പുണ്ണിക്കൊരു മുഖമുണ്ട്, അമ്മണിയെടുത്തിക്കൊരു മുഖമുണ്ട്. ഇതെല്ലാം എല്ലാവരും ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഞാൻ പറയുമ്പോൾ ആ അമ്മണിയെടുത്തിയും അപ്പുണ്ണിയെ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല അതിന് ഇമോഷന്റെ ഒരു എലിമെന്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അറിഞ്ഞ് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, വിഷ്വലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ. നമ്മൾ എനിക്ക് ചിലപ്പോൾ ചില ഇതൊക്കെ എനിക്കുള്ള പ്രശ്നം പറയാം. ചില പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൽ ചില ഇമോഷണൽ വരുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വീഴും. ചിലപ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും. എന്നോട് കവിത വയ്ക്കുന്നു, ഭ്രാന്തായോ എന്ന് വയ്ക്കുന്നു എൻ്റെ വൈഫേ. കാരണം അത് എനിക്ക് അതിനകത്ത് അത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് വാട്സാപ്പിൽ ഒരുപാട് ഫോർവേഡ് മെസ്സേജസ് സാറിന്റെ വരാറുണ്ട്. ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് സ്ഥിരമായിട്ട് ഇത് കണ്ടാൽ ഉടനെ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാനും കേൾക്കാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, സാധാരണ ആൾക്കാർ പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അത് കേൾക്കുന്ന ആളിന്റെ ചെവിയിലൂടെ ആളുടെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തുന്ന ഒരു മാജിക്. കാസർഗോഡ് പ്രോജക്റ്റ് ഏറ്റവും ഗംഭീരമാകട്ടെ. തീർച്ചയായിട്ടും അതിന്റെ ഉദ്ഘാടനത്തിന് എവിടെയാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ക്ഷണിക്കാം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ പ്രോജക്റ്റ്. അത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു സ്വപ്നമാണ്, നമ്മുടെ സ്വപ്നം മാത്രമല്ല, ഡിസബിലിറ്റി സെക്ടറിലുള്ള ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്, ഒരുപാട് പാരന്റ്സിന്റെ സ്വപ്നമാണ്. നന്നായി നടക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പം ചേരാം. അതിന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം, അതിന് നമുക്ക് കൂടെ ചേർന്ന് നിൽക്കാം. ആ ഒരു പ്രോജക്റ്റിലും സാറിന്റെ എല്ലാ മുന്നോട്ടുള്ള ജീവിതത്തിലും ഫാമിലിക്കും ഒക്കെ ഏറ്റവും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.